നമസ്കാരം, എല്ലാവർക്കും റൂട്ട് മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ തനത് നാടൻ 4 മണി പലഹാരമാണ്. വേറെ ഒന്നുമല്ല, തെരളി. ചില സ്ഥലത്ത് അതിന് കുമ്പിളപ്പം എന്ന് പറയും. അതും ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടിട്ടാണ്, പഴുത്ത നല്ല വരിക്കച്ചക്ക കൊണ്ടുള്ളൊരു തെരളിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് വയണ ഇല എടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ സാധാരണ കാണുന്ന ഇലയാണ്. ഇത് നന്നായിട്ട് കഴുകി എന്നിട്ട് തുടച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചക്ക. ഇത് തന്നെ നല്ല വലിപ്പമുള്ള ചക്കച്ചുളയാണ്. ഇതിനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. പഴുത്ത് നല്ല ചക്കച്ചുളയാണ്, വരിക്കച്ചക്കയാണ്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ചിലർ ഗോതമ്പ് മാവിൽ തയ്യാറാക്കാറുണ്ട്. അരിപ്പൊടി ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ഞാനിതിൽ ഉണ്ട ശർക്കര, വലിയ ഉണ്ട ശർക്കര പാനിയാക്കിയത്. ചിലപ്പം ഉണ്ട ശർക്കരയിൽ പൊടിയൊക്കെ കാണും, കല്ലുമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാനിയാക്കി എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കിയതാണ്. പിന്നെ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ടേസ്റ്റിനായിട്ട് നമ്മൾ നെയ്യ് എടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഇത്ര അളവിന് ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ചക്കച്ചുള എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചക്ക മാത്രം ഇട്ട് അരച്ചെടുത്തേക്കുന്നത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കയും ചുക്കും നന്നായിട്ട് ഇടിച്ചെടുക്കാം. ഇടിച്ച് ചുക്കും ഏലക്കയും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ചില സമയത്ത് ചക്ക കഴിച്ചുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. നമുക്ക് ചുക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ശമനം കിട്ടും ഗ്യാസിന്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എടുത്ത ഒരു ഉണ്ട ശർക്കര മുഴുവൻ ഒഴിച്ചിട്ടില്ല, എൻ്റെ പകുതി ഒഴിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഏകദേശം ഈ തിക്കിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചക്കയും ചുക്കും ഏലക്കയും ഉപ്പും എല്ലാം നല്ലതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവാനായിട്ട് നന്നായിട്ട് കുഴക്കണം. ഇപ്പം നമ്മൾ കുഴച്ചിട്ട് ഇനി അരിപ്പൊടി കിടപ്പുണ്ട്. നോക്കിക്കേ, ഇനി അരിപ്പൊടി കിടപ്പുണ്ട്. നമുക്കിനി കുറച്ചും കൂടെ നമുക്ക് ശർക്കര ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഈ കുമ്പിളപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വയണയിലയാണ്. അതാകുമ്പോൾ നല്ല മണമാണ് ഇലയ്ക്ക്. നമ്മളങ്ങോട്ട് ആവിയിലങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും നല്ല മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം ഊറും. നമുക്ക് ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു 2 സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് മധുരമായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് കുഴയ്ക്കാം. അതല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി തന്നെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ശർക്കര പാനി ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് മതിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മധുരം നോക്കി വേണം പോവാൻ. ഇപ്പം മധുരം കൂടുതലായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതിയാവും. പക്ഷെ ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, മധുരം തന്നെ നമ്മുടെ ശർക്കര തന്നെ എടുക്കുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ഇരിക്കും. നമുക്കൊന്ന് കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. ഒരുപാട് ചിലർ തിക്കായിട്ടൊക്കെ എടുക്കും അതിൻ്റെ ഇലക്കകത്ത് വെക്കാനായിട്ട്. പക്ഷെ ഞാൻ തന്നെ നല്ല നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുമ്പിളപ്പത്തിൻ്റെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇലയിൽ നിറയ്ക്കുന്നത് നോക്കാം. ചിലയിടത്ത് ഇതുപോലെ നടുക്കൂടെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഈർക്കിൽ കുത്തി വെക്കാറുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ എപ്പോഴും നമുക്ക് ഈർക്കിൽ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ രീതിയിൽ മടക്കാം. ഇത് ഞാൻ ഇങ്ങനെ മടക്കാം, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ആ ഈർക്കിൽ കുത്തുന്ന രീതിയിൽ ഈ തണ്ട് വെളിയിൽ വന്നിട്ട് അകത്തോട്ട് പോകണം. നമുക്കിതിലേക്ക് നമ്മുടെ മാവൊന്ന് ഇതങ്ങ് വെന്തെത്തിവിടുന്നു. വലുതും കുറച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഈ ഇലയുടെ ഈ തണ്ട് പോവാണ്ട് പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈർക്കിലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് എളുപ്പം. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് കാണുന്നു പ്രസ് ചെയ്യാം. വേണ്ടേ
നമുക്ക് ഈ മടക്കി വെച്ചേക്കുന്നത് പോലെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മളങ്ങനെ മാവെല്ലാം ഇലയിലെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുമ്പിളെല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാനായിട്ട് ഇഡ്ഡലിക്കുട്ടകം വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതിന് തട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല മണവും. നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ ചക്ക സീസണൊക്കെയാണ്. എല്ലാവരും ചക്കപ്പഴം കൊണ്ട് ഈ തെരളി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.